ആശാവർക്കർമാരുടെ പ്രശ്നം കേൾക്കാൻ സംസ്ഥാന സർക്കാർ യോഗം വിളിച്ചു. ആശമാരുടെ പ്രശ്നം പഠിക്കാൻ രൂപീകരിച്ച കമ്മിറ്റിക്ക് യൂണിയനുകളെ കേൾക്കുന്നതിനായാണ് യോഗം. ഈ മാസം 30 രാവിലെയാണ് യോഗം ചേരുക. വിവരങ്ങളുമായി ഇപ്പോൾ മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മാനസ, ഇത് നേരത്തെ തന്നെ ഒരു വിഭാഗം SUCA പ്രവർത്തകർ സമരം നടത്തിയതിനെ തുടർന്ന് തന്നെ സർക്കാർ ഇടപെടലുണ്ടായി. കൃത്യമായി ഇതിനെക്കുറിച്ച് പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യൂണിയനുകളെ കേൾക്കാൻ യോഗം വിളിച്ചിരിക്കുന്നത്. മറ്റെന്തൊക്കെയാണ് യോഗത്തിൻ്റെ അജണ്ട? വിവിധ വിഷയങ്ങളിൽ സമഗ്രമായി പരിശോധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഈ കമ്മിറ്റിയാണ് ഇപ്പോൾ യൂണിയനുകളെ കേൾക്കാനായി യോഗം വിളിച്ചിരിക്കുന്നത്. ഈ മാസം 30 തീയതിയാണ് യോഗം. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ 5 ട്രേഡ് യൂണിയനുകളെയാണ് യോഗത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഓരോ യൂണിയനുകളിൽ നിന്ന് പരമാവധി 3 പേർക്ക് പങ്കെടുക്കാം. അതോടൊപ്പം തന്നെ 2 പേർ നിർബന്ധമായും ആശാ വർക്കർ ആയിരിക്കണം. ആശമാരുടെ പ്രശ്നം പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മിറ്റി കൂടിയാണിത്. ആ കമ്മിറ്റിയുടെ യോഗം കൂടിയാണ് ചേരുന്നത്. 30 തീയതി രാവിലെ 10:30 മുതൽ വൈകുന്നേരം 4:15 വരെയാണ് യോഗം ഉണ്ടാവുക. ഓരോ യൂണിയനും പ്രത്യേകം സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. 5 യൂണിയനുകൾ, അതായത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ, കേരള സ്റ്റേറ്റ് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ, ഓൾ കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ്, ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, ഈ 5 യൂണിയനുകളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക എന്നും അറിയിച്ചിട്ടുണ്ട്.